പ്രിയ സുജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. ലോകപ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധനും 10 വർഷക്കാലം നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയുമായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നു. ഒപ്പം മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ശ്രീ MT വാസുദേവൻ നായരും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയത്തിൽ ഏതുമുണ്ടാവാം, പക്ഷേ രാഷ്ട്രീയം രാഷ്ട്രസംബന്ധിയായതാണ്. കരുത്തുറ്റ പല തീരുമാനങ്ങളും എടുത്ത ഒരു പ്രധാനമന്ത്രി കൂടെയായിരുന്നു മൻമോഹൻ സിംഗ്. അതിലൊന്നായിരുന്നു അമേരിക്കയുമായുള്ള ആണവ കരാർ. അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പിന്തുണ പിൻവലിച്ചു. എന്നിട്ടും ആ സർക്കാരിനെ വീഴാതെ താങ്ങി നിർത്തി 2009 വീണ്ടും അധികാരത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയില്ലാതെ വീണ്ടും അധികാരത്തിൽ വരുവാൻ UPA സർക്കാരിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു. അമേരിക്കയുമായി കരാർ ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ, എപ്പോഴും മുതലാളിമാരെ ശത്രുവായി കണ്ടിരുന്നതായിരുന്നു കമ്മ്യൂണിസത്തിന്റെ ശൈലി. അമേരിക്ക ഒരു മുതലാളിത്ത രാഷ്ട്രമാണ്. എന്നാൽ എൻ്റെ രാഷ്ട്രത്തിന് ആണവ ശക്തിയുടെ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രിയുടെ ആ നയത്തിന് പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നു. ഇതുപോലെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിവരാവകാശ നിയമം, അത് കൊണ്ടുവന്നത് UPA സർക്കാരിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തായിരുന്നു. അതുപോലെ ഗ്രാമത്തിലെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി തൊഴിൽ ഉറപ്പ് പദ്ധതി കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തായിരുന്നു. അന്നതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. എന്തുകൊണ്ടാണ്? കേന്ദ്രത്തിൻ്റെ ഫണ്ട് നേരിട്ട് പൗരന്മാരുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞു പോകുമോ എന്നതായിരുന്നു. പക്ഷേ പഞ്ചായത്തുകളെ നടപ്പിലാക്കാൻ തുടങ്ങിയതോടുകൂടി ഇന്ന് തൊഴിലുറപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത്. അതായത് ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്ന നല്ല ചില കാര്യങ്ങൾ ചെയ്തു. എന്നാൽ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ അഴിമതിയുടെ ഒരു പടുകുഴിയിലേക്ക് ഭാരതം ചവിട്ടി മെതിക്കപ്പെട്ടു. 2G സ്പെക്ട്രം കുംഭകോണം, കൽക്കരി കുംഭകോണം, കോമൺവെൽത്ത് ഗെയിംസ്, അങ്ങനെ വല്ലാതെ നാണം കെട്ട അവസ്ഥയും ഉണ്ടായി. സൂപ്പർ പ്രധാനമന്ത്രി എന്ന് സോണിയാഗാന്ധിയെ ആളുകൾ വിശേഷിപ്പിച്ചു. ഇദ്ദേഹം ഒരു മൗനിയായ, അനാവശ്യമായി സംസാരിക്കാത്ത, എന്നാൽ ജ്ഞാനിയായ, അഴിമതിരഹിതനായ ഒരു മനുഷ്യനായിരുന്നു. പാവമായിരുന്നു അദ്ദേഹം. നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു പാവം മനുഷ്യനായിരുന്നു. പാവം മനുഷ്യന്മാർക്ക് പൊതുവെ ഭാരതം പോലുള്ള രാഷ്ട്രത്തെ ഭരിച്ചു കൊണ്ടുപോകുവാനും ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, രാജീവ് ഗാന്ധിക്ക് ശേഷം കേവല ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. പിന്നീട് കിട്ടിയത് 2014 30 വർഷങ്ങൾക്ക് ശേഷം മോദിജി മന്ത്രിസഭയ്ക്കാണ് ഒരു കക്ഷിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയത്. 272 സീറ്റുകൾ വേണം. 2014 നരേന്ദ്രമോദി സർക്കാരിന് 282 സീറ്റ് BJPക്ക് മാത്രം ഉണ്ടായിരുന്നു. 336 NDAക്ക് ഉണ്ടായിരുന്നു. അപ്പം പലരെയും പ്രീണിപ്പെടുത്തി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരുപാട് ചെറുകിട പ്രാദേശിക ജാതീയ രാഷ്ട്രീയ പാർട്ടികളെ, നമ്മുടെ മുലായം സിംഗ് യാദവ്, മായാവതി, ജയലളിത, അവിടെയെല്ലാം വ്യക്തിയുടെ ധാർഷ്ട്യത്തിനനുസരിച്ച് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയെല്ലാം പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ ഈ കോൺഗ്രസ് സർക്കാരിനും പലപ്പോഴും പോകേണ്ടി വന്നിട്ടുണ്ട്. അത് BJPയും അനുഭവിച്ചിട്ടുണ്ട്. 1996 നരസിംഹറാവുവിന് ശേഷം BJPയും ഈ ജയലളിതയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. അതായത് മുന്നോട്ട് പോകുവാൻ തൻ്റെ ഇടത്തോടുകൂടി പറയുവാനുള്ള ശക്തി ഏതൊരു കക്ഷിക്കില്ലയോ ആ രാഷ്ട്രത്തിൽ ഒരുപാട് അധപ്പതനങ്ങൾ ഉണ്ടാവും. ഇത് 2004 മുതൽ 2014 വരെ രാഷ്ട്രം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, ഇത് രണ്ടും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഈ ലോകത്തെ ഒരു ഗോളമായിട്ടേ നമുക്കിന്ന് കാണാൻ കഴിയുള്ളൂ. കാരണം ഇന്ന് ലോകത്തെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാൻ നമുക്ക് സെക്കൻഡുകളുടെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു ബന്ധു അമേരിക്കയിലാണെങ്കിൽ അയാളൊന്ന് കാണുവാൻ നമുക്ക് എത്ര സെക്കൻഡ് വേണം? വളരെ വേഗം കഴിയും. അത്രമാത്രം ടെക്നോളജി മാറി. ഒരാശയം പാസ് ചെയ്യുവാൻ നിമിഷങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ ഗ്ലോബലൈസേഷൻ, ലോകമൊരു ചെറിയ ഗോളമാണ്. ഉദാരവൽക്കരണം, അതായത് നയങ്ങളെല്ലാം ഉദാരമായിരിക്കണം. എനിക്ക് നിൻ്റെ രാജ്യത്ത് വന്നും നിനക്ക് എൻ്റെ രാജ്യത്ത് വന്നും കച്ചവടം നടത്തുവാൻ കഴിയണം. പക്ഷെ രാഷ്ട്ര താല്പര്യം നമ്മൾ മുൻനിർത്തണം. അതുകൊണ്ടാണ് ചൈനയുടെ എല്ലാ സാധനങ്ങളും വിൽക്കുവാൻ അവർ അനുവാദം കൊടുത്തു. മോദി സർക്കാർ വന്നപ്പോൾ ചൈനക്കിട്ട് നല്ല പണി കൊടുത്തു. നമ്മുടെ യുവാക്കളെ വഴിതെറ്റിപ്പിക്കുന്ന ഒരുപാട്
കാര്യങ്ങളെല്ലാം ഇൻ്റർനെറ്റിൽ നിരോധിച്ചു. അവിടെ പല ഉൽപ്പന്നങ്ങൾ നിരോധിച്ചു. അതായത് രാഷ്ട്രവിരുദ്ധമായത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന ആ നിരോധനവും കൊണ്ടുവരാൻ മോദി സർക്കാരിന് കഴിഞ്ഞു. അങ്ങനെ 10 വർഷക്കാലം രാജ്യം ഭരിച്ച, അതിനു മുമ്പ് നരസിംഹറാവു സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായ, ലോകത്തിലെ ധനകാര്യ വകുപ്പിൽ വലിയ നോളേജുള്ള, അത്തരം യൂണിവേഴ്സിറ്റികളിലെല്ലാം പഠിച്ച് ബിരുദമെല്ലാം സമ്പാദിച്ച ഒരു മഹാത്മാവ്, ഭാരതത്തിൻ്റെ വാളേന്ത്യ കൈകൾ എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്ന് സിഖ് സമുദായത്തിൻ്റെ ഒരു വലിയ അഭിമാനമായിട്ട് അവരന്ന് കരുതിയിരുന്നു. ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയാണ്. കാരണം സിഖുകാരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. അതിനെ തുടർന്ന് കോൺഗ്രസ് ഒരു 3 ദിവസം കൊണ്ട് ഏകദേശം ഒരു 10,000-ഓളം സിഖുകാരെ ഏകപക്ഷീയമായി കൊന്നുകളഞ്ഞു. അതൊരു വംശഹത്യയായിരുന്നു. സിഖുകാരെ തെരഞ്ഞുപിടിച്ച് മുംബൈയിലും ഡൽഹിയിലും എല്ലാം ഭാരതം അങ്ങോളം ഇങ്ങോളം കൂട്ടക്കുരുതി നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡൽഹിയിലും മുംബൈയിലും ആയിരുന്നു. വളരെ വലിയ ഭീകരമായ കൊലപാതകമായിരുന്നു. കണക്കിൽ 5,000 ഉള്ളെങ്കിലും 10,000-ന് മേലെയായിരുന്നു ആ കൊലപാതകം. കാരണം ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ആളാണ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ആ വിഭാഗത്തിൽപ്പെട്ട, സിഖ് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പ്രധാനമന്ത്രി ആയപ്പോൾ സിഖുകാർക്ക് അതൊരു ആശ്വാസമായിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് ആശയപരമായ എന്തഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുവാൻ സത്യസന്ധമായി ജീവിച്ചൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ശ്രീ MT വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ നോവലുകൾ, കഥകൾ വായിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ശക്തി. പക്ഷെ അദ്ദേഹം പലപ്പോഴും ഹിന്ദുവിനെ തെറ്റിദ്ധരിച്ചു. നിർമാല്യം പോലുള്ള സിനിമയിൽ വെളിച്ചപ്പാട് അവസാനം ഭഗവതിയുടെ മുഖത്ത് കാറി തുപ്പുകയാണ്. അതിനെ ഇന്ന് ഇൻ്റർവ്യൂവിൽ ശൈലജ ടീച്ചർ ന്യായീകരിക്കുന്നത് കേട്ടു, സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ പടപൊരുതിയിരുന്നു എന്ന്. സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ പടപൊരുതുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി വിഗ്രഹത്തിൻ്റെ മുഖത്തേക്ക് തുപ്പിയിട്ടാണോ? അങ്ങനെയാണോ സാമൂഹ്യ വിപ്ലവം? അതല്ല സാമൂഹ്യ വിപ്ലവം. അപ്പം അത്തരം ചില കാര്യങ്ങൾ, ജാതീയതയും അന്ധവിശ്വാസവും അനാചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല തിരുത്തിയത്, ഹിന്ദുക്കളായിട്ട് തന്നെ തിരുത്തിയതാണ്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമി തിരുവടികളും മഹാത്മാ അയ്യങ്കാളിയും മന്നത്തു പത്മനാഭൻ, DK മാധവൻ, പണ്ഡിറ്റ് കറുപ്പൻ, R ശങ്കർ, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നവോത്ഥാന നായകന്മാരും ആചാര്യന്മാരും എല്ലാം ചേർന്നാണ് 24-ലെ വൈക്കം സത്യാഗ്രഹം, 31-ൽ ഗുരുവായൂർ സത്യാഗ്രഹം, 36-ൽ ക്ഷേത്രപ്രവേശന വിളംബരം, ഇതെല്ലാം നടത്തിയത്. അന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കഷായത്തിനെടുക്കാൻ കേരളത്തിലില്ല. 1939-ൽ പിണറായിയിലെ പാറപ്പുറത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമല്ല. എന്നാൽ അതിനെ പിന്നീട് അങ്ങനെ വ്യാഖ്യാനിക്കുവാൻ പല സാഹിത്യകാരന്മാർക്കും കഴിഞ്ഞു. ഹിന്ദു മിത്തുകളെ വെറുപ്പിക്കുവാനും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ കണ്ടപ്പോൾ ആരോമൽ ചേവറിനെ വെറുത്തു ചന്തുവിനെ സ്നേഹിക്കുവാനും തുടങ്ങിയിട്ടുണ്ട്. അത് കഥാകാരൻ്റെ ശക്തിയാണ്. നമ്മൾ ആ ആശയത്തോട് ഒട്ടും യോജിക്കുന്നില്ല. കാരണം കടത്തനാടിൻ്റെ ചരിത്രത്തിൽ ചതിയൻ ചന്തു തന്നെയാണ്. ചന്തുവാണ് ആരോമൽ ചേവറിനെ ചതിച്ചത്, ഉണ്ണിയാർച്ചയെയും ചതിച്ചത്, അതിലൊരു സംശയവുമില്ല. പക്ഷെ ആ കഥയെ മൊത്തം മാറ്റിയിട്ട് ചന്തു വളരെ നല്ലവനായിട്ടും ആരോമൽ ചേവകർ ദുഷ്ടനായിട്ടും അവതരിപ്പിക്കുവാൻ ആ സിനിമ കേരളമെമ്പാടും ഓടിയതാണ്. അതിലെ ഡയലോഗുകളെല്ലാം വളരെ പഞ്ച് ഡയലോഗുകളാണ്, ഇന്നും ആളുകൾ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ. അതുകൊണ്ട് MDയോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ മഹാത്മാവിനോടുള്ളപ്പോഴും ഉപയോഗിച്ച ഭാഷയുടെ കരുത്ത്, ശുദ്ധി നമുക്കൊരിക്കലും നിഷേധിക്കുവാൻ കഴിയില്ല. ഇപ്പോൾ അഫ്സൽ ഗുരു എന്ന കൊടുംഭീകരനെ ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം 12 വർഷക്കാലം തലനാരിഴകേറി പരിശോധിച്ച് തൂക്കിക്കൊന്നു. പിറ്റേ ദിവസം നമ്മുടെ മലയാളത്തിൻ്റെ കവി സച്ചിദാനന്ദൻ്റെ കവിത വന്നു. പോറ്റിയുടെ കോടതിയിൽ പുലയന് നീതി കിട്ടുമോ? ഇത് കവിതയാണോ എന്ന് ചോദിച്ചാൽ വൃത്തമില്ല, ഉപമയില്ല, ഉൾപ്രേക്ഷയില്ല, സമാസമില്ല, ഒന്നുമില്ല. ഗദ്യകവിത, അങ്ങനെ പല പേരിലും പറയും. അതായത് ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം രാഷ്ട്രപതി ദയാഹർജി മടക്കി ഒരു രാഷ്ട്രവിരുദ്ധനായ ഭീകരവാദിയെ തൂക്കിക്കൊന്നപ്പോൾ അത് തെറ്റാണെന്നും ഭാരതത്തിൻ്റെ കോടതികൾ പോറ്റിമാരുടെ കോടതികളാണെന്നും, ഇവിടെ പുലയന്മാർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയാണ് അവിടെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരിക്കുന്നത്. പോറ്റിയുടെ കോടതിയിൽ പുലയന് നീതി കിട്ടുമോ? അങ്ങനെയാണ് കവിത തുടങ്ങുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇത്തരം കവിതകളെ പച്ചയായിട്ട് നമ്മുടെ സംസ്കാരത്തിനെതിരെ പറയുമ്പോൾ ഒരായുഷ്കാലം മുഴുവൻ കമ്മ്യൂണിസത്തിന് വേണ്ടി പടപ്പാട്ടുകളും കഥകളും ഒക്കെ എഴുതിയ ആളാണ് ആര്? വയലാർ രാമവർമ്മ. രാവണപുത്രി എഴുതിയിട്ടുണ്ട്, രാവണൻ്റെ പുത്രിയായിട്ട് സീതയെ പറയുന്ന കവിത. പക്ഷെ അതിലെ ലൈനുകൾ മനോഹരമാണ്. താടകയെ രാമൻ്റെ കാമുകിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് താടകയെ കൊണ്ട് രാമനെ ചുംബിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ വിശ്വാമിത്ര മഹർഷി നിർബന്ധിച്ചുകൊണ്ട് രാമൻ ആരെ കൊല്ലുന്നു?
ഇങ്ങനെയൊക്കെയാണ് കഥ പോകുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ വയലാർ ഒടുവിൽ പറഞ്ഞു, വാളല്ലൻ സമരായുധം ജനജനധ്വാനം മുഴക്കിയിടുവാൻ ആളല്ല, എൻ കരവാളു വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ കരവാളൊക്കെ വിറ്റു, വിപ്ലവം തോക്കിൻ്റെ കൂടെ ഒന്നും വരില്ല, കമ്മ്യൂണിസമൊക്കെ ഞാൻ വിട്ടു, ഞാൻ അതൊക്കെ വിറ്റിട്ട് ഞാനൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു. ഇനി എന്താണ് എൻ്റെ ആദർശം? ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുല്ലിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട്, അവരിലെ ചൈതന്യം എൻ ദർശനം. ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളെ തേടി ആരണ്യകങ്ങളിൽ അലഞ്ഞ മഹർഷിമാരുടെ ചൈതന്യമാണ് എൻ്റെ ദർശനം എന്ന് വയലാർ കമ്മ്യൂണിസത്തെ ഉപേക്ഷിച്ചതൊരു കവിതയിലൂടെയായിരുന്നു. ഇതാണ് സാഹിത്യകാരൻ്റെ ശക്തമായ ഭാഷ. അതുകൊണ്ട് വയലാറിനോട് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും നമുക്ക് കഴിയുന്നത് ആ ഭാഷാശുദ്ധി കൊണ്ടാണ്. ഇന്ന് മലയാള സാഹിത്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒരു 60% ആളുകൾ തല്ലിപ്പൊളികളാണ്. അവരെ സംബന്ധിച്ച് രാഷ്ട്രബോധമില്ല. അവർക്ക് ഇസ്ലാമിക ഹമാസിനെ ഭീകരന്മാരെന്ന് പോലും സച്ചിദാനന്ദന്മാർക്ക് പറയാൻ കഴിയില്ല, സക്കറിയമാർക്ക് പറയാൻ കഴിയില്ല. പിറ്റേ ദിവസം അവർക്ക് അവാർഡുകൾ കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊരു ഗതികേടിലാണ് അവരുള്ളത്. അപ്പോൾ സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള മഹാത്മാക്കളുടെ സമയത്ത് ആശയങ്ങൾ പച്ചയായിട്ട് പറഞ്ഞിരുന്നു. സാമൂഹ്യ തിന്മകൾ ആര് ചെയ്താലും അത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നു. ശശി തരൂർ എന്ന് പറഞ്ഞ വിശ്വപൗരൻ ഹമാസ് ഭീകരന്മാരാണെന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞപ്പോൾ MK മുനീർ തിരുത്തി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സാഹിത്യ ലോകമൊക്കെ ഇങ്ങനെ അധപ്പതിച്ച ഒരു വർത്തമാന കാലഘട്ടത്തിൽ MDയുടെ നോവലുകൾ, നാലുകെട്ടുകളും രണ്ടാമൂഴമൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനോടൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ട്. കാരണം ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി ഭീമൻ ചോദിക്കുന്ന പല ഡയലോഗുകളും, കുന്തിയോടൊക്കെ ചോദിക്കുന്ന ഡയലോഗുകൾ ഒരിക്കലും ഒരു അമ്മയോട് മകൻ ചോദിക്കാത്ത ഡയലോഗുകളാണ്. പക്ഷേ അവിടെയെല്ലാം ഉപയോഗിക്കുന്ന ഭാഷ, കരുത്ത്, ആ ഭാഷാ സമ്പത്ത് MDയുടെ കയ്യിലുള്ളതുപോലെ മലയാളത്തിൽ മറ്റൊരാളുടെ കയ്യിലുണ്ടോ എന്ന് നമുക്ക് സംശയിച്ചു പോകും. വയലാറിൻ്റെയും MDയുടെ എല്ലാം കയ്യിലുണ്ടായിരുന്ന മലയാള ഭാഷാ പദസമ്പത്ത് എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരുന്നു. അപ്പം അദ്ദേഹം കേരളത്തിന് വലിയ മലയാള സാഹിത്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ നോവലുകൾ, അദ്ദേഹത്തിൻ്റെ കഥകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ ചെറിയ ചെറിയ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പല വിഷയത്തിലും ഉണ്ടാകുമ്പോഴും വിയോജിപ്പുകൾക്കിടയിൽ യോജിപ്പുകൾ ചേർത്തുകൊണ്ട് എല്ലാവരും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത ആ മഹാത്മാവിനും നിത്യശാന്തി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.